ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യോഗ ജീവിതശൈലിയുടെ ഭാഗമാക്കിയവരുടെ എണ്ണം ലോകമൊട്ടാകെ വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ശ്രീനഗറിൽ നിർവഹിച്ചു. യോഗാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. 10,000 ആയുഷ് യോഗ ക്ലബ്ബുകൾ കൂടി കേരളത്തിൽ ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 47 പിന്നിട്ടു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. യോഗ ജീവിതശൈലിയുടെ ഭാഗമാക്കിയവരുടെ എണ്ണം ലോകമൊട്ടാകെ വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ശ്രീനഗറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഷേർ ഇ കാശ്മീർ കോൺഫറൻസ് സെന്ററിൽ നടന്ന പരിപാടിയിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ഗൺപത് റാവു ജാദവ് തുടങ്ങി നിരവധി പ്രമുഖർ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് യോഗ നൽകുന്ന സംഭാവനകളെക്കുറിച്ച് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. യോഗയെക്കുറിച്ച് ലോക നേതാക്കളെല്ലാം തന്നെ ഇക്കാലത്ത് ചർച്ച ചെയ്യുന്നതായും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ തുർക്ക്മെനിസ്ഥാൻ, സൌദി അറേബ്യ, മംഗോളിയ തുടങ്ങിയ രാജ്യങ്ങളിലും യോഗയുടെ പ്രചാരം വർദ്ധിച്ചുവരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗ അടിസ്ഥാനമാക്കിയുള്ള വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി യോഗ പഠനത്തിനായി നിരവധി പേർ ഇന്ത്യയിലേക്ക് എത്താൻ താൽപര്യം കാണിക്കുന്നതായും പറഞ്ഞു. യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യോഗയുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യത സഹായകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. आज दुनिया एक नई योग इकोनॉमी को आगे बढ़ने में देख रही है. युवाओं के लिए नए अवसर बनाए हैं, युवाओं के लिए रोजगार के मौके बनाए हैं. फ्रेंड, the theme of this year's International Day of Yoga is Yoga for Self and Society. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നത്. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്നത്. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ വിവിധ വിദേശ രാജ്യങ്ങളിലും യോഗാ ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യ ലോകത്തിന് നൽകിയ അനന്യ സമ്മാനമാണ് യോഗയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടിവരുന്ന ഇക്കാലത്ത് യോഗ വളരെ പ്രധാനമായി മാറിയിരിക്കുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ശാരീരികവും മാനസികവും ആത്മീയവുമായ സൌഖ്യത്തിന് യോഗ മാർഗ്ഗമൊരുക്കുന്നതായും എല്ലാവരും യോഗയെ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ യോഗാഭ്യാസ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. യോഗയുടെ ആഗോള സ്വീകാര്യത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സാംസ്കാരികവും മതപരവുമായ അതിരുകൾക്ക് അതീതമാണ് യോഗയെന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. 10,000 ആയുഷ് യോഗ ക്ലബ്ബുകൾ കൂടി കേരളത്തിൽ ഈ വർഷം പുതുതായി ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇവയിൽ നല്ലൊരു ശതമാനം വനിതാ യോഗ ക്ലബ്ബുകളായിരിക്കും. 2.5 ലക്ഷം പേർക്ക് യോഗ അഭ്യസിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും സമൂഹത്തിൽ ഇത് ആരോഗ്യകരമായ മാറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്ട് ആന്റ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് യോഗ എന്ന മഹത്തായ അറിവ് നൽകിയത് ഇന്ത്യയാണെന്നും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് യോഗ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ വിനോദസഞ്ചാര മേഖലയിൽ നിർണായക സംഭാവനകൾ നൽകാൻ യോഗയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യാന്തര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള രാജ്ഭവനിൽ നടന്ന യോഗാ പരിപാടി ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദോദാവത് നയിച്ചു.
ഇഷ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് രാജ്ഭവനിൽ യോഗ സെഷൻ നടന്നത്. വയനാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗാദിന പരിപാടി മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ഉദ്ഘാടനം ചെയ്തു. 200ഓളം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ സിബിസി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗാദിന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായും കാർഷിക സമ്പദ്ഘടനാ വിദഗ്ധരുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, ഫിനാൻസ് സെക്രട്ടറി ടി വി സോമനാഥൻ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബജറ്റിന് മുന്നോടിയായി വ്യവസായ മേഖലയിലെയും മൂലധന നിക്ഷേപ മേഖലയിലെയും വിദഗ്ധരുമായി ശ്രീമതി സീതാരാമൻ മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് വിനോദസഞ്ചാര മേഖലയിലെ നിർമ്മാണങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനനുസരിച്ച് ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. അവയവ കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അവയവ ദാനവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിരീക്ഷണം നടത്തിവരുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അവയവദാനത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് സർക്കാരിന് പരാതി ലഭിച്ചിട്ടില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ പിഴവ് കണ്ടെത്തിയിട്ടില്ല. ഇടനിലക്കാരെ സംബന്ധിച്ച് വ്യക്തികൾ തുറന്നു പറയാത്തത് കാരണം നിയമ നടപടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 47ആയി. 118 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം മദ്യദുരന്തത്തിൽ അറസ്റ്റിലായ 4 പേരെയും കോടതി 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തൃശൂർ ആകാശവാണിയിൽ സ്റ്റാഫ് ഡ്രൈവറായിരുന്ന തൊകലത്ത് അന്തോണി ആന്റണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 3:30 പഴുവിൽ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൽക്കരി ബ്ലോക്കുകളുടെ 10ാം റൌണ്ട് ലേലത്തിന് ഇന്ന് തുടക്കം. ബീഹാർ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 60 കൽക്കരി ബ്ലോക്കുകളാണ് ഇത്തവണ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സഹായിക്കുമെന്നും ഇതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും കൽക്കരി മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ കാലവർഷം ശക്തമായി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. വിവിധ ജില്ലകളിൽ മറ്റന്നാൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ്. തിങ്കൾ വരെ കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുത്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ബീച്ചിലേക്കുള്ള യാത്രയും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ 28 റൺസിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. ബംഗ്ലാദേശ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസെടുത്തിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 11.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസെടുത്ത് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം വിജയിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വിജയത്തുടക്കം. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ തകർത്തത്. ഹൂലിയൻ അൽവാരസും ലൌതാരോ മാർട്ടിനസും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടി. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗ ജീവിതശൈലിയുടെ ഭാഗമാക്കിയവരുടെ എണ്ണം ലോകമൊട്ടാകെ വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ശ്രീനഗറിൽ നിർവഹിച്ചു. യോഗാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. 10,000 ആയുഷ് യോഗ ക്ലബ്ബുകൾ കൂടി കേരളത്തിൽ ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 47 പിന്നിട്ടു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.